അങ്കിള് പോകാൻ പറഞ്ഞിട്ട് ഞാൻ കാറിൽ പോയില്ല അല്ലേ? അയ്യോ, എന്റെ ബോക്സ് എവിടെ? അയ്യോ, എന്റെ പെട്ടി എവിടെ? അയ്യോ അയ്യോ, എന്റെ പെട്ടി! അയ്യോ അയ്യോ! ലോഡ് കയറ്റിയ ലോറി എത്തി. നമ്മുടെ ഡ്രൈവറെയും ക്ലീനറെയും കാണാനില്ല. പുതിയൊരു ഡ്രൈവറാണ് ലോറി കൊണ്ടുവന്നത്. അയാളത്തേക്ക് വിളിക്കൂ. യെസ് സർ. നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് വിജയൻ. വിജയൻ ഇരിക്കൂ.
നിങ്ങൾ എങ്ങനെ ഈ ലോറിയിൽ വന്നു? തികച്ചും യാദൃച്ഛികമായാണ് സർ അത് സംഭവിച്ചത്. ഏതായാലും വേണ്ട സമയത്ത് നിങ്ങൾ ചെയ്ത ഈ സഹായം പ്രശംസനീയമാണ്. ഇതിന് എന്ത് വില തരാനും ഞാൻ ഒരുക്കമാണ്. താങ്ക് യു സാർ. സാറിന്റെ സ്നേഹം മാത്രം എനിക്കുണ്ടായിരുന്നാൽ മതി. ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ വില അതാണ്. ഐ സീ. ഞാനൊരു ഉദ്യോഗാർത്ഥിയാണ് സർ. ഒരു ഇന്റർവ്യൂവിന് പോകുകയാണ്. CBI-യിൽ. എവിടെയെന്നാ പറഞ്ഞത്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. എന്താ സർ? ഒന്നുമില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഗിഡിനെസ്. ചിലപ്പോഴെല്ലാം ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു സർ? നോ നോ നോ, നൗ ഐ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മിസ്റ്റർ വിജയൻ, ആ ഉദ്യോഗം നിങ്ങൾക്ക് തന്നെ കിട്ടാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓൾ ദ ബെസ്റ്റ്. ജോസഫ് വരാൻ പറയൂ. യെസ് മിസ്റ്റർ വിജയൻ, ദയവായി ഒരു ഉപകാരം കൂടെ ചെയ്യണം. എന്ത് വേണം സാർ? ആ ലോറി എന്റെ ഫാക്ടറി വരെ ഒന്ന് എത്തിക്കണം. മിസ്റ്റർ ജോസഫ്, സാർ. വിജയനെ നമ്മുടെ ഫാക്ടറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. ശരി സാർ. നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ പിന്നാലെ വരാം. Thank you very much, Mr. Vijayan. Just a minute, please. All right. മുതലാളി വിളിക്കുന്നു. മിസ്റ്റർ വിജയൻ, നിങ്ങൾ ചെയ്ത സഹായത്തിന് ഇതിരിക്കട്ടെ. വേണ്ട സാർ, ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ഞാനിതൊക്കെ ചെയ്തത്. സാറിന്റെ സ്നേഹം മാത്രം മതി. അതെപ്പോഴും ഉണ്ടായിരിക്കും, എങ്കിലും ഇത് വാങ്ങും. എന്നെ നിർബന്ധിക്കരുത് സാർ. മിസ്റ്റർ വിജയൻ, നിങ്ങൾ സമർത്ഥനായ ഒരു CD ഉദ്യോഗസ്ഥനായി ഈ നാട്ടിൽ അക്രമങ്ങളും കൊള്ളകളും ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് ഈ രാജ്യം ഐശ്വര്യ സമ്പൂർണ്ണമാക്കി തീർക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. സാറിന് എപ്പോഴൊരു അനുഗ്രഹം മാത്രമാണ് എനിക്ക് ആവശ്യം. ഓ, ഇറ്റ്സ് ക്വൈറ്റ് ഓൾ റൈറ്റ്. വിഷ് യു ദ ബെസ്റ്റ് ഓഫ് ലക്ക്, മൈ ബോയ്. ഡ്രൈവർ, ഡ്രൈവർ. ഡ്രൈവർ വന്നിട്ടില്ല സാർ, വീട്ടിലുണ്ട്. വീട്ടിലോ? വീട്ടിലിരിക്കാനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്? വാട്ട് നോൺസെൻസ്! ഇവനൊക്കെ പിരിച്ചുവിടാനുള്ള സമയമായി. മിസ്റ്റർ വിജയൻ, ഒരു ചെറിയ ഉപകാരം ചെയ്യാമോ? എന്ത് വേണം സാർ? ഈ ജീപ്പ് എടുത്തോണ്ട് ഇവിടുന്ന് ഒരു 2 ഫുള്ളോങ് പോയാൽ വലതുവശത്തായി ഒരു വാഴക്കൂട്ടം കാണാം. ഒരു ചെറിയ വീടാണ്, അവിടെയാണ് ഡ്രൈവർ താമസിക്കുന്നത്. ഒന്ന് വിളിച്ചുകൊണ്ടുവരാമോ പ്ലീസ്? അതിനെന്താ സാർ, ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. ഭാവിയിലെ സമർത്ഥനായ CID യുടെ കഥ അങ്ങനെ അവസാനിക്കും. ഇനി അവൻ പരലോകത്തെ CID ആയിരിക്കും. റൈറ്റ്.
You are perfectly right, my boy. ഹലോ റീത്, ഹലോ ഹലോ മൈ ഡിയർ റീത്ത, എത്ര ആഴ്ചകളായി ഞാൻ ഈ വഴിയിലൂടെ സൈക്കിളേറ്റ് നടത്തുന്നു. നീ തിരിഞ്ഞു നിന്ന് എന്നെ നോക്കിയൊന്ന് പറ, നീ എന്നെ പ്രേമിക്കുന്നുവെന്ന്. ഇനി നീ മിണ്ടാതെ നടന്നാൽ ഞാൻ ഈ സൈക്കിളെ കെട്ടി തൂങ്ങിച്ചാവും. അവസാനം നീ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല, പറഞ്ഞേക്കാം. മിസ്റ്റർ ബോബി, എന്ത്? ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. Really? റിയലി? Oh, I am lucky. I am extremely lucky, my darling. നോ, Why? നിങ്ങൾ നിർഭാഗ്യവാനാണ്. യു ആർ അൺലക്കി മൈ സ്വീറ്റി. What? യു ആർ അൺലക്കി. കാരണം? What is the reason? തമ്പി മുതലാളി തമ്പി മുതലാളി എവിടെ? ഒരിക്കലും ഇത് അനുവദിക്കില്ല. മാത്രമല്ല, അദ്ദേഹം ഇത് അറിഞ്ഞാൽ ഞാൻ വഴിയാധാരമാവുകയും ചെയ്യും. തമ്പി മുതലാളിക്ക് ഇതിലെന്ത് കാര്യം? പ്രേമിക്കുന്നത് ഞാനല്ലേ? അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? തമ്പി മുതലാളി നിങ്ങളെ പിടിച്ച് പുറത്താക്കിയാൽ നിങ്ങളും നിങ്ങളെ പ്രേമിക്കുന്ന ഞാനും പട്ടിണിയാവൂലേ? അപമാനിക്കുകയാണോ? തമ്പി മുതലാളിയല്ല, ദൈവം തമ്പുരാൻ പുറത്താക്കിയാലും ഈ ബോബി ജീവിക്കും. വിറക് വെട്ടി കല്ല് ചുമന്ന് വിയർപ്പ് രക്തമാക്കി, സോറി രക്തം വിയർപ്പാക്കി നിന്നെ ഞാൻ പോറ്റും. മനസ്സിലായോ? വാട്ട് യു മീൻ? എങ്കിൽ എനിക്ക് സമ്മതമാണ്. ഓ മൈ സ്വീറ്റ് ഡാർലിംഗ്, എനിക്കിനി ഒന്നും ആവശ്യമില്ല. നിന്റെ ഈ ഒരു വാക്ക് കേൾക്കാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോച്ചിരിക്കുന്നതാണ് ഞാൻ. റോമിയോ ജൂലിയറ്റിനെ പോലെ, ലൈല മജുവിനെ പോലെ, ചങ്ങമ്പുഴയുടെ രമണനും ചന്ദ്രയെ പോലെയും കാനനച്ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പപ്പ, നിന്റെ പപ്പ അല്ല, റീത്തയുടെ പപ്പ. ഭാവിയിൽ എന്റെയും കൂടി പപ്പായാകാൻ പോകുന്ന പപ്പ. റീത്ത സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചിട്ടില്ല. അയ്യോ, അവളുടെ സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ എത്ര സൈക്കിൾ ചവിട്ടി. ഇനി നിങ്ങളുടെ സമ്മതം വാങ്ങാൻ ഞാൻ എത്ര ചക്രം ചവിട്ടണം? എന്നാ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത് വാ. എനിക്ക് മനസ്സില്ല. നിന്റെ ചെവി കിട്ടാ എന്തിന്? കടിച്ചു തിന്നാൻ. എന്നാ പിന്നെന്നാ? ഓ, ഹലോ. എങ്കിൽ നാളെ കാണാം. ഹലോ. ഹലോ.